KSRTCയുടെ യൂട്യൂബ് പേജിൽ ഇടം പിടിച്ച പത്തനംതിട്ട കൊടുമൺ സ്വദേശിയുടെ കവിത. ഐക്കാട് മോഹനന്റെ എന്റെ ചോന്ന വണ്ടിയുടെ പാട്ട് എന്ന കവിതയാണ് യൂട്യൂബിലൂടെ പ്രസിദ്ധീകരിച്ചത്. മുൻ KSEB സബ് എഞ്ചിനീയറായ ഐക്കാട് മോഹനന്റെ ജീവിത കാഴ്ചകൾ എന്ന കവിതാ സമാഹാരത്തിലൂടെ ഒരു കവിതയാണ് എന്റെ ചോന്ന വണ്ടി എന്നുള്ള പാട്ട്. നമ്മൾക്കൊപ്പം സഞ്ചരിച്ചിടുന്നു, നമ്മളൊന്നായി സഞ്ചരിച്ചിടുന്നു, ഒടുവിൽ നിത്യസഞ്ചാര ജീവിത പാതയിൽ നിർഗമിക്കുന്നു നമ്മൾ യാത്രക്കാർ. ഞാൻ SSLC കഴിഞ്ഞ സമയം മുതൽ കവിതകൾ എഴുതുകയും കവിയരങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്യുമായിരുന്നു. അത് അന്ന് നമ്മളെ ഏറ്റവും ആവേശം കടമ്മനിട്ടയുടെ കവിതകളാണ്. അദ്ദേഹത്തിൻ്റെ ശാന്തയും കുറത്തിയും പിന്നെ കിരാതവൃത്തവും കാട്ടാളനും ദേവീസ്തവവും അടക്കമുള്ള കവിതകളെല്ലാം തന്നെ ഇങ്ങനെ ഞങ്ങൾ ചൊല്ലുമായിരുന്നു. ONVയുടെ കവിതകളും ഒക്കെ തന്നെ. കേരളത്തിൻ്റെ RTC വണ്ടി, കേരളീയൻ്റെ ജീവിത വണ്ടി, എത്ര കുറ്റം പറഞ്ഞാലും ഏവർക്കും എപ്പോഴെങ്കിലും ആശ്രയമാകും. ജീവിതത്തിലെന്നെങ്കിലും ഒരിക്കൽ KSRTC വണ്ടിയിൽ കയറാത്ത കേരളീയരാം സോദരരുണ്ടോ? ആ KSRTCയിൽ ജോലി ചെയ്യുന്നതായ ഡ്രൈവർമാരെ, കണ്ടക്ടർമാരെ, മെക്കാനിക്കുകളെ, ഇവരുടെയൊക്കെ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ ഒന്ന് ഓർത്തു നോക്കി. രാപകൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഈ പ്രസ്ഥാനത്തെയും ഓടിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ ഏറ്റവും അധികം അവമതിപ്പോടെയും ഇകഴ്ത്തിയും മാത്രം കേരളീയ സമൂഹം കാണുന്നു. അപ്പം എനിക്ക് തോന്നി ഈ പ്രസ്ഥാനത്തെ വിലമതിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഈ പ്രസ്ഥാനത്തെ വിലമതിക്കണം. ഇതിൻ്റെ ആ മഹത്വത്തെ സംബന്ധിച്ച്, ഇവർ ചെയ്യുന്ന പ്രവൃത്തിയെ സംബന്ധിച്ച് സമൂഹത്തെ അറിയിക്കണം എന്ന ഈ സമാഹാരം, ഈ കവിത എഴുതിയപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കവിത ഇതിനകത്ത് വന്നു ചേർന്നത്. സാഗരത്തിൻ്റെ തീരത്തുകൂടി, മാമലക്കുളിർ സാനുവിൽ കൂടി, കായലോളത്തിനോരത്തുകൂടി, കാടകങ്ങളിൽ കൂടി, എത്രയെത്രയോ കേറ്റമിറക്കവും, എത്രയെത്ര വളവും തിരിവും, എത്രയെത്ര ചുരങ്ങളും താണ്ടി. KSRTC തൊഴിലാളികളുടെ കുടുംബസംഗമം ഉണ്ടായിരുന്നു. അടൂരിൽ നടന്ന കുടുംബസംഗമത്തിൽ എന്നെ അവർ ക്ഷണിച്ചിരുന്നു. അവിടെ വച്ച് ഈ കവിത ഞാൻ പറഞ്ഞു, KSRTCക്ക് വേണ്ടി ഞാൻ സമർപ്പിച്ചിട്ടുള്ള കവിതയാണ് ഇത്, ഞാനൊന്ന് ചൊല്ലാം. അങ്ങനെ അത് ചൊല്ലി അവരെല്ലാം ശ്രദ്ധാപൂർവം അത് കേട്ടു. എന്നും ഞങ്ങളെ കൊണ്ടുപോയിടുന്ന നല്ലവരാം ജീവനക്കാരെ, നല്ല ശക്തിയും ബുദ്ധിയും നിങ്ങൾക്ക് നല്ല പോലെ വിളയാടി നിൽക്കട്ടെ. KSRTCക്ക് ഒരുപാട് പ്രശ്നങ്ങളും പരിമിതികളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും മലയാളികളുടെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് KSRTC എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ ആ കവിതയിലെ ഒരു വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഒരിക്കലെങ്കിലും KSRTCയിൽ കയറാത്തതായിട്ടുള്ള ഒരു മനുഷ്യനുണ്ടാകില്ല. അത് ശരിയാണെന്ന് തോന്നുന്നു. എപ്പോഴെങ്കിലും ഒരു തവണ KSRTCയെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കിപ്പം നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം. നിതിൻ, KSRTCയുടെ നല്ല വശങ്ങളെയെല്ലാം ഇടക്കി ചേർത്തുകൊണ്ടുള്ള ഒരു കവിത. അദ്ദേഹം ജോലി തിരക്കുകളും മറ്റ് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരാളായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ജോലി തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഐക്കാട് മോഹനൻ അദ്ദേഹം ഒരു കവിത എഴുതുന്നു. അതിപ്പോൾ എന്തായാലും KSRTC ഏറ്റെടുത്ത് അവരുടെ യൂട്യൂബ് പേജിലൂടെ തന്നെ പുറത്തുവിട്ട് ട്രെൻഡിങ് ആയിരിക്കുകയാണല്ലേ? നമ്മളിലൊരു 90% ആളുകളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളോടൊക്കെ പോരാടി ഒരു ജോലിയൊക്കെ നേടിക്കഴിഞ്ഞാൽ ആ ജോലിയൊക്കെ ചെയ്ത് റിട്ടയർമെൻറ്റ് ലൈഫ് ആണെങ്കിൽ ജോലിയിൽ നിന്ന് റിട്ടയറായി അങ്ങനെ അങ്ങ് ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും. ജീവിതത്തിൽ ആ ഒരു ജോലിക്കപ്പുറം പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ആളുകളായിരിക്കും. എന്നാൽ ഒരു 10% ആളുകളുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം അല്ലെങ്കിൽ ജോലിക്കൊപ്പം തന്നെ നമുക്ക് എന്ത് കഴിവുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പൊടി തട്ടിയെടുക്കുന്ന കുറച്ചധികം ആളുകളുണ്ട്. അപ്പോൾ
അത്തരം ആളുകളിൽപ്പെട്ട അല്ലെങ്കിൽ അത്തരം ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽപ്പെട്ട ആളാണ് ഐക്കാട് മോഹനൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു എഴുത്തുകാരനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്യാൻ കുറേ ഇഷ്ടപ്പെട്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം പൊടിതട്ടിയെടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു KSEBയിൽ ഒരു സബ് എഞ്ചിനീയറായി ജോലി ചെയ്തു. അത് റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാതെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന കഴിവ്, അത് അദ്ദേഹത്തിന് എഴുത്തായിരുന്നു ഇഷ്ടം. അപ്പോൾ അദ്ദേഹം എഴുതി, അദ്ദേഹം കണ്ട കാഴ്ചകൾ ഒരു കവിത പോലെ അദ്ദേഹം എഴുതി. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് അത് കവിതകളാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അത് കവിതകളാണ്, അദ്ദേഹത്തിന് അത് പാടാൻ പറ്റുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 3ഓളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ആ 3ഓളം കവിതകളിൽ കവിതാ സമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ കവിതാ സമാഹാരങ്ങളിൽ ഒന്നാണ് ജീവിത കാഴ്ചകൾ എന്ന് പറയുന്നത്. ഈ ജീവിത കാഴ്ചകൾ എന്ന് പറയുന്നതിലാണ് KSRTCയെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കവിത എഴുതിയിരിക്കുന്നത്. ആ കവിതയാണ് ഇപ്പോൾ KSRTCയുടെ യൂട്യൂബ് ചാനലിൽ ഔദ്യോഗികമായിട്ട് അവർ പ്രസിദ്ധീകരിച്ചിട്ടുമുള്ളത്. KSRTCയെ പറ്റി എന്തിന് കവിത എഴുതി എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ KSRTC കടന്നു പോകും. പക്ഷേ പിന്നീട് നമ്മൾ ആ KSRTCയെ തള്ളിപ്പറയും, അല്ലെങ്കിൽ KSRTC എന്നുള്ള ഒരു സ്ഥാപനത്തിനെ പറ്റിയിട്ട്, അവിടുത്തെ ആളുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ തള്ളിപ്പറയുകയോ കുറ്റം പറയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അത് എന്തിന് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലൊരു കാരണം എന്താണ്, അതൊക്കെ ആലോചിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് അതിനെ പറ്റിയിട്ടൊരു കവിത എഴുതാൻ തോന്നിയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജീവിത കാഴ്ചകൾ എന്ന് പറയുന്ന കവിത മൊത്തത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ നമ്മളിലൂടെ കടന്നു പോകുന്ന കാഴ്ചകൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കവിതകളായിട്ട് ആ ജീവിത കാഴ്ചകൾ എന്ന കവിതകളിൽ എഴുതിയിട്ടുള്ളത്. അതിൽ അതിഥി തൊഴിലാളികളെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഒന്നുകിൽ നമ്മൾ കണ്ടിട്ടും കാണാതെ പോകുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം കണ്ട് അനുഭവിച്ചിട്ടും നമ്മൾ തള്ളിക്കളയുന്നവർ, അങ്ങനെയുള്ള കാഴ്ചകളാണ് ആ ജീവിത കാഴ്ചകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സമാഹാരം. അതിലാണ് KSRTCയെ പറ്റിയിട്ടും ജീവിതക്കാഴ്ചകളും അങ്ങനെ കോർത്തിണക്കി തയ്യാറാക്കിയ ഒരു കവിതാ സമാഹാരം. അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് KSRTC നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലുള്ള ഒന്ന് തന്നെയാണ്. പക്ഷെ അതിനൊരു കവിതയായിട്ടൊന്നും ഇത്ര എല്ലാ കാര്യങ്ങളും കോർത്തിണക്കി അങ്ങനെ നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടില്ല. KSRTCക്കും അത് നന്നായി ഇഷ്ടപ്പെട്ടു. അവരവരുടെ യൂട്യൂബ് പേജിലൂടെ അത് പങ്കുവെക്കുകയും ചെയ്തു.